നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ മാത്രമേ ഉള്ളോ എന്താ തനിച്ചു പോരുന്നത്? അല്ല, നിന്റെ ഭാര്യയെന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒരുത്തിയും കൂടെ ഉണ്ടല്ലോ അവിടെ. പോരുമ്പോ അവളെ കൂടി കൊണ്ടുപോരാമായിരുന്നല്ലോ. വല്യപ്പച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കേൾക്കാൻ ഞാൻ തയ്യാറാ. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അറിയാതെ സംഭവിച്ചൊരു തെറ്റിന് സ്വാതിയോട് സോറി പറയാനാ ഞാൻ വന്ന. ഇതാണോ നീ അറിയാതെ സംഭവിച്ചെന്ന് പറയുന്ന തെറ്റ്? നാലാൾ അറിയ നീ കഴുത്തിലെ താലി കെട്ടിയ പെണ്ണാ ശ്രീകുട്ടി. സ്വബോധം പോലും നഷ്ടപ്പെട്ട ഒരു പെണ്ണ്. നീയാണ് ഭർത്താവെന്നും പറഞ്ഞ് ആ വീട്ടിലെ സർവ്വ സ്വാതന്ത്ര്യത്തോട് ജീവിക്കുമ്പോ അത് അംഗീകരിച്ചു കൊടുക്കുകയല്ലേ നീ നിന്റെ അമ്മയും കൂടെ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറയടാ. നിന്റെ സ്ഥാനത്ത് മറ്റൊരു ചെറുപ്പക്കാരനാണെങ്കിൽ എവിടുന്നോ കേറി വന്ന ആരോ താലി കെട്ടിയ ഒരു പെണ്ണിന്റെ ഭർത്താവ് പദവി ഏറ്റെടുക്കോടാ. അമ്മ എങ്ങനെയാണ് ആ വീട്ടിലെത്തിയെന്ന കാര്യം കാഞ്ചന മറന്നു പോകരുത്. നമ്മുടെ മകളാ അവളെ അവിടെ എത്തിച്ചത്. അതിന്റെ പേരില് നീ സഞ്ജുവിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ മോള് ചെയ്ത തെറ്റ് മൂടി വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അമ്മ അഭിനയിക്കുന്നതല്ലെങ്കിൽ പോലും അവള് ചെയ്ത കാര്യങ്ങൾ മറക്കുന്നില്ല. പക്ഷേ സഞ്ജുവിന്റെ നിലപാടാണ് പ്രധാനം. എങ്ങനെ താലി കെട്ടാത്ത ഒരു പെണ്ണിന്റെ ഭർത്താവായി അവള് പറയുന്നതിനൊത്ത് തുള്ളാൻ ഇവൻ എങ്ങനെ കഴിയുന്നു? താലി കെട്ടിയ പെണ്ണെ എല്ലാം കാണുന്നു എന്നുള്ള ബോധം ഇവൻ എന്താ ഇല്ലാതായത്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ സ്വാതിയോട് പറയാം. സത്യം എന്താണെന്നറിഞ്ഞാ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നീ വന്നാ തന്നെ നിന്നെ കാണാൻ താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞു കഴിഞ്ഞു. സഞ്ജു, നീ പോവാൻ നോക്ക. റഫ ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല. ശ്രീകുട്ടി തന്നെ എന്നോട് ഇത് പറഞ്ഞത്. നീ ചെന്ന് അവളോട് സംസാരിക്കടാ. നിന്നെ ആരും തടയില്ല. അച്ഛാ, എനിക്കിനി പുതുതായിട്ട് കേൾക്കാനൊന്നുമില്ല. സഞ്ജു, ദയവായി ഒന്ന് പോ. ഞാൻ സമാധാനത്തോടെ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.